ചേട്ടാ ഒരു ചായ. ആ ഏത് ഗ്ലാസ്സൊക്കെ പൊട്ടിയല്ലോ. മിഥുനെ, എടാ ഇന്നാ നീ ചോദിച്ച പൈസ തൽക്കാലം നീ കയ്യിൽ വെച്ചോ. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? അറിയില്ല, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ആ ദേ ഡോക്ടർ, ഞാൻ പോയി കണ്ടിട്ട് വരാം. നിങ്ങൾ പോയി ബില്ലടിച്ചിട്ട് വാ. എന്നാ വാ. ആ 302 പേഷ്യന്റ് കാര്യം എന്തായി? ആള് സ്റ്റേബിൾ ആയിരുന്നു. ഡോക്ടർ, പുള്ളിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഹീസ് സേഫ്. ഇപ്പൊ അത്രേ പറയാൻ കഴിയൂ. ഒന്ന് കാണാൻ പറ്റുമോ? അധികം നിൽക്കണ്ട. വാ. ഒന്നും പേടിക്കണ്ട, പെട്ടെന്ന് ശരിയാക്കി തരാം കേട്ടോ. ഒപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ടാവും കൂടെ.
ഹോസ്പിറ്റലിൽ എത്തിച്ചേ? നീ കുറെ നാട്ടുകാരെ തല്ലിയല്ലോടാ, അവരെന്താ അഡ്മിറ്റ് ചെയ്യാതെ? എന്താ സാറേ കാര്യം? കാര്യമൊക്കെ പറയാം, നീ ഇങ്ങോട്ട് വേണം. നടക്ക്. ഈ വെന്യൂല് നമുക്ക് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു 500 പേർക്കുള്ള ടേബിൾസും ചെയർസും ഉണ്ടാവും. ഹലോ ഹലോ, എന്താ ലേറ്റ്? നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ചുറ്റും നോക്കിക്കോളൂ. ഇത് സ്റ്റേജ് ഓപ്ഷൻ. അടുത്തത് കാണിച്ചേ. ഇത് ഫ്ലോറൽ പാറ്റേൺ. കൊള്ളാം. അല്ല, മിഥുൻ എവിടെ? അവൻ ദൂരെ എവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഓ, എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നെ ഇവിടെ അന്വേഷിക്കണു. മിഥുൻ. സക്രിയ വണ്ടി എടു. എന്തിനാ അവനെ അറസ്റ്റ് ചെയ്യണേ? സാർ ഒന്ന് അതൊക്കെ പറഞ്ഞു കോടതി പോയി ചോദിച്ചാൽ മതി. സാർ പ്ലീസ് സാർ. നിങ്ങൾ സ്റ്റേഷനിൽ പോയിരുന്നു. കോടതി പോയി ജാമ്യം എടുത്തോളാനാ പറഞ്ഞത്. അഡ്വക്കേറ്റിനെ കണ്ടപ്പോ ബെയിൽ എളുപ്പമല്ലെന്നാ പറഞ്ഞേ. ആദ്യം ഡിസ്ട്രിക്ട് കോർട്ട്, അവിടുന്ന് കിട്ടില്ല, പിന്നെ വേണം ഹൈക്കോർട്ട്. സമയമെടുക്കും. അതിനവൻ എന്ത് ചെയ്തിട്ടാ? IPC 120B 379. എന്ന് വെച്ചാ ആർക്കറിയാം? ഒരു പരിചയമില്ലാത്തതിനെ രക്ഷിക്കാൻ പോയതാ. ആവശ്യത്തിന് തല്ലും കിട്ടി, ജയിലുമായി. അവന്റെ ഒരു സിംഗ്രോസിറ്റി, മണ്ണാൻ കട്ട. ഇപ്പൊ മനസ്സിലായ? പതുക്കെ അവര് കേക്കും. കേക്കട്ടെ, കേട്ടാലെന്താ? കേട്ടല്ലേ പറ്റൂ. എത്ര കാലം മറച്ചു വെക്കും? ഒരാഴ്ച കഴിഞ്ഞ കല്യാണോ? അതിനിടയിൽ എവിടുന്ന് ബെയിൽ കിട്ടാൻ? നീ പറയടാ, പറയ്. വിളിക്കണോ? സാർ, ഇയാളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? 5-6 മണിക്കൂറായി സാർ. തമ്പാ സാർ, വാരം ആ രണ്ടാമത്തേതൊന്ന് വായിച്ചേ. എന്താണ് സാർ? ആ ബോർഡിലെ രണ്ടാമത്തേതൊന്ന് വായിക്കാൻ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ചു മെമ്മോ തയ്യാറാക്കി അതിൽ ഉറക്കെ വായിക്ക് സാജ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ അറസ്റ്റിലായ വ്യക്തിയുടെ ഒപ്പ് വാങ്ങിയിരിക്കുകയും വേണം. എന്നിട്ട് മെമ്മോ ഒപ്പിട്ടോ? ഇല്ല സാർ, ഉടനെ മേടിക്കുക. ആ മൂന്നാമത്തെ വായിച്ചു. അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലായ വ്യക്തിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി ഒപ്പ് വാങ്ങണം. ബന്ധുമിത്രാദികളെ വിവരം അറിയിച്ചോ? ഇല്ല സാർ, അറിയിക്കാം. നിങ്ങൾ അറിയിച്ചില്ല, പക്ഷെ ഞാനിവിടെ വരുവാ. ഈ തല്ലിച്ചതച്ചവനെ വെറുതെ വിട്ടിട്ട് രക്ഷിച്ചവനെ പിടിച്ച് അകത്തിട്ടു അല്ലേ? ഏത് കോത്താഴത്തെ നിയമമാണ്? സാർ, അയാൾ കള്ളനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് കള്ളനെ രക്ഷിക്കുന്നതും അവനെ പിടിക്കാൻ ശ്രമിച്ച കടയുടമയെ തല്ലുന്നതും അനുവദിക്കാൻ പറ്റില്ല സാർ. കടയുടമ ഹോസ്പിറ്റലിലാണ് സാർ. കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് പോലീസ് നടപടി സാർ. കംപ്ലൈന്റ് എവിടെ സാർ? താൻ ഈ സംഭവ സ്ഥലത്ത് പോയി സാർ. എവിടെയാ സംഭവം നടന്നത്? അതിലുണ്ട് സാർ. നിങ്ങൾ പോയോ എന്നാണ് ചോദ്യം. ഉടനെ പോകാം സാർ. സംഭവ സ്ഥലത്ത് പോയി കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണോ കേസുണ്ടാക്കുന്നത്? സംഭവ സ്ഥലത്തും ഹോസ്പിറ്റലും പോയിട്ടാണ് ഞാൻ ഈ വരുന്നത്. ആ സാധു ക്രിറ്റിക്കൽ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കടയുടമ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതും
നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ കംപ്ലൈന്റ് എഴുതി തന്നതും പിന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എത്ര കിട്ടിയത് ഈ ഇയാളെ കൊടുക്കാൻ? ഇവിടെ വിശന്ന് പള്ള കത്തിയതിന് ഒരു കഷ്ണം ബ്രെഡ് ഒരുത്തിനെടുത്താൽ നീയൊക്കെ കൂടെ അവനെ ഇടിച്ച് കൊന്നുകളയും ഈ രാജ്യത്ത്, അല്ലേ? ഇത് കേസും വകുപ്പും വേറെയാവും. സസ്പെൻഷനിലും ട്രാൻസ്ഫറിലും ഒന്നും തീരില്ല. This is a case of mob lynching. കൂട്ടുപ്രതിയാവും. സാർ ഇഷ്യൂ ആക്കരുത് സാർ. താൻ കൃത്യസമയത്ത് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ആ പാവം രക്ഷപ്പെട്ടത്. ഇവന്മാര് കാണിച്ച തോന്നിവാസത്തിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. സോറി. പോലീസ് മിഥുൻ എന്തെങ്കിലും ചെയ്തോ? പോലീസുകാരല്ലേ, 1-2 കിട്ടി. അതെന്തിനാ? അവർക്കെന്ത് കാരണം? അതെ, ഇത് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാ പുള്ളിക്ക് വേണ്ടി. ഒന്ന് കൊടുത്തോട്ടെ? അയ്യോ, പുള്ളി ഇപ്പൊ സെഡിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഡീപ്പ് സ്ലീപ്പിലാണ്. ആ, അങ്ങനെയാണെങ്കിൽ ഈ പൈസയും ഈ ഡ്രസ്സും ഒന്ന് കൊടുക്കാമോ? കൊടുത്തേക്കാം. ആ. ഈ വൈറ്റ് ടോൺ കൊള്ളാം, അത് ഫിക്സ് ചെയ്തോ? ഓക്കെ. പിന്നെ ഈ റിസപ്ഷനിലുള്ള മെനു തന്നിട്ടുണ്ട്. ആ, അത് കാറ്ററിംഗിന് കൊടുത്തു വന്നാലേ. ഓക്കെ മാഡം. സ്റ്റേജിനുള്ള അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഇനി 3-4 ദിവസമല്ലേ ഉള്ളൂ. കൊടുത്തു വന്നാലേ. ഓക്കെ, ശരി.